മോശ സീനായി മലയിൽ. കർത്താവ് മോശയോട് പറഞ്ഞു, മലമുകളിൽ എന്റെ സമീപത്ത് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം. നീ അവ ജനത്തെ പഠിപ്പിക്കണം. മോശ തന്റെ സേവകനായ ജോഷുവയോട് കൂടെ എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ മലയിലേക്ക് കയറിയപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് ദൈവം മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേല്യർക്ക് കാണിക്കപ്പെട്ടു. മോശ മേഘത്തിന്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി. 40 രാവും 40 പകലും അവൻ മലമുകളിലായിരുന്നു. വഴിതെറ്റുന്ന ജനം. മോശ മലയിൽ നിന്നിറങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം അഹറോന്റെ ചുറ്റും കൂടി പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിവില്ല. അഹറോൻ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം അവരുടെ സ്വർണ്ണ ആഭരണങ്ങൾ മൂശയിൽ ഒരുക്കി. അതുകൊണ്ട് ഒരു കാളക്കുട്ടിയെ വാർത്തു കൊടുത്തു. അതിനു മുൻപിൽ ഒരു ബലിപീഠവും പണിതു. ജനം കാളക്കുട്ടിയെ ആരാധിക്കുവാൻ തുടങ്ങി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ജനം തങ്ങളെ തന്നെ ദുഷിച്ചിരിക്കുന്നു. മോശ ഉടമ്പടി പത്രികയുമായി താഴെ ഇറക്കി. പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ട് കോപം കൊണ്ട് ജ്വലിച്ചു. മോശ അത് ഇടിച്ചു പൊടിച്ച് വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനതയെ കൊണ്ട് തന്നെ കുടിപ്പിച്ചു. അവൻ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിന്റെ പക്ഷത്തുള്ളവർ എന്റെ അടുത്തേക്ക് വരട്ടെ. ലേവിയുടെ പുത്രന്മാരെല്ലാം മോശയുടെ പക്കൽ ഒന്നിച്ചു കൂടി. മോശ അവരോട് വാളുകൾ എടുക്കാൻ കൽപ്പിച്ചു. വിഗ്രഹാരാധകരായി മാറിയ അനേകം പുരുഷന്മാരെ അവർ നിദ്രിച്ചു. അന്നേ ദിവസം 3000-ഓളം പേര് മരിച്ചു. ക്ഷമിക്കുന്ന ദൈവം. മോശ കർത്താവിന്റെ അടുക്കൽ തിരിച്ചെത്തി. ജനത്തിന്റെ അവിവേകത്തിന് മാപ്പ് ചോദിച്ചു. മോശയുടെ പ്രാർത്ഥന കേട്ട് ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, തേരും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുവിൻ. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. വന്നാൽ നിങ്ങളുടെ ദുശാഠ്യം നിമിഷം വഴിയിൽ വെച്ച് നിങ്ങളെ നശിപ്പിച്ചു കളയും. എന്നാൽ മോശ വീണ്ടും കർത്താവിനോട് അപേക്ഷിച്ചു. അതിന്റെ ഫലമായി അവിടത്തേക്ക് മനംമാറ്റമുണ്ടായി. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇസ്രായേൽക്കാർ അങ്ങനെ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്ര തുടർന്നു. കർത്താവ് മേഘത്തിൽ അവർക്കൊപ്പം സഞ്ചരിച്ചു. കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു.